വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. iPlus ട്രെയിനിങ് സൊല്യൂഷന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് UGC നെറ്റ് എഡ്യൂക്കേഷന്റെ ജൂൺ 2025 നടന്ന നെറ്റ് എഡ്യൂക്കേഷൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിലെ 10 ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. 10 ചോദ്യങ്ങളും അതിൻ്റെ ആൻസറും അനുസരിച്ച്, അതായത് UGCയുടെ നെറ്റിൻ്റെ അവർ NTA ആൻസർ കീ തന്ന ആൻസർ കീ അനുസരിച്ചുള്ള ചോദ്യങ്ങൾ, അതും അതിൻ്റെ ഉത്തരങ്ങളും എങ്ങനെ വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വരുന്ന ക്ലാസ്സുകളിലായിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങളുടെയും കൂടി ഡിസ്കഷൻസ് നടത്തി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം: One teacher manages most of the class while the other teacher works with small group inside or outside of the classroom. This is an example of which co-teaching method? Options തന്നിരിക്കുന്നത് alternative teaching, parallel teaching, station teaching, one teach, one assist. നോക്കൂ, ഇവിടെ ഒരു ടീച്ചർ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു. അതേ സെയിം സൈമൾട്ടേനിയസ് ടൈമിൽ തന്നെ അതർ ടീച്ചർ എന്താണ്, സ്മോൾ ഗ്രൂപ്പായിട്ട് ഇൻസൈഡ്, ഒന്നുകിൽ ക്ലാസ്സിനുള്ളിൽ തന്നെ അതല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ക്ലാസ് റൂമിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇത് ഏത് ടൈപ്പ് ഓഫ് മെത്തേഡ് ആണെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കിവിടെ കൺഫ്യൂഷൻ വരാവുന്നത് ഓൾട്ടർനേറ്റീവ് ടീച്ചിങ്ങും പാരലൽ ടീച്ചിങ്ങും തമ്മിലാണ് കൺഫ്യൂഷൻ വരുന്നത്. കാരണം വൺ ടീച്ച് വൺ അസിസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ആ ടേം വെച്ച് നോക്കുമ്പോൾ തന്നെ അങ്ങനെ ആവാൻ വഴിയില്ല. പിന്നെ സ്റ്റേഷൻ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഈ ഓപ്ഷൻ പ്രകാരം കണ്ടില്ലേ, ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം ആണെങ്കിൽ അല്ല. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഒരിക്കലും സ്റ്റേഷൻ ടീച്ചിങ് എന്ന് വരില്ലല്ലോ. പക്ഷെ ഇവിടെ ഓൾട്ടർനേറ്റീവ് ടീച്ചിങ്ങും പാരലൽ ടീച്ചിങ്ങും കൺഫ്യൂഷനായിട്ട് വരാറുണ്ട്. പാരലൽ ടീച്ചിങ് എന്ന് പറയുന്നത് സെയിം അതർ ടീച്ചർ അതേ ക്ലാസ്സിൽ തന്നെ എന്താണ് പഠിപ്പിക്കുന്നു. പക്ഷെ ഇവിടെ ഐദർ ഔട്ട്സൈഡ് ഓർ ഇൻസൈഡ് ദ ക്ലാസ് റൂം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പാണ് ടീച്ചർ യൂസ് ചെയ്തത്. സോ അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ ഓൾട്ടർനേറ്റീവ് ടീച്ചിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസബിലിറ്റി ഈസ് കോസ്ഡ് ബൈ ഫ്രജൈൽ എക്സ് സിൻഡ്രോം? ലേണിംഗ് ഡിസബിലിറ്റി, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, then visual impairment, then comes locomotor disability. നോക്കൂ, ഫ്രജൈൽ എക്സ് സിൻഡ്രോം ഇത് ജെനറ്റിക് ഡിസോർഡേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എക്സ് സിൻഡ്രോം എന്നൊക്കെ പറയുന്നത്. സോ അവിടെ ജെനറ്റിക് ഡിസോർഡറിൽ നമുക്ക് വളരെയധികം കുറേ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ലേണിംഗ് ഡിസബിലിറ്റിക്കകത്ത് എന്താണ്, ഡിസ്ലെക്സിയ, ഡിസ്ഫേജിയ, ഡിസ്കാൽക്കുലിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ പഠിച്ചത്. പിന്നെ വിഷ്വൽ ഇമ്പയർമെൻറ്റ് നമുക്കറിയാമല്ലോ, കണ്ണിൻ്റെ കാഴ്ച അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. ലോക്കോമോട്ടർ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നോക്കൂ, ഫ്രജൈൽ എക്സ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്, ജെനറ്റിക് ഡിസോർഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ജെനറ്റിക് ഇതിൽ വരുന്ന ഒരു സംഭവമാണ്. മാത്രമല്ല അതിൻ്റെ കാൽക്കുലേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് പഠിച്ച സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് ഇന്റലക്ച്വൽ അതായത് നമ്മുടെ ബുദ്ധിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തു വരുന്നതാണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണ് എന്ന് പറഞ്ഞു. നമുക്ക് കറക്റ്റ് ആൻസർ നോക്കാം. സോ ഹിയർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. ഫ്രജൈൽ എക്സ് സിൻഡ്രോം is associated with intellectual disability. Next question: arrange the following stages of an experiment in a research study. അതായത് എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പെരിമെൻ്റൽ സ്റ്റഡി നടത്തുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ അല്ലെ സ്റ്റേജസ്, നമ്മൾ ഏതൊക്കെ മെത്തേഡ്, ഏതൊക്കെ സ്റ്റേജസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്പുകളാണ് ഓർഡർലി ഫോളോ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകളാണ് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ. Select the relevant variables, designing the experiment, conduct the intervention, assigning the participants to the group, conduct the post test. Okay, ഇതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കൂ, 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 5 ഓപ്ഷൻസ് അല്ല, 5 സ്റ്റെപ്പുകൾ തന്നിട്ടുണ്ട്. ആ സ്റ്റെപ്പുകളിൽ നിന്ന് ഏതാണ് കറക്റ്റ് ആദ്യം വരുന്നത് എന്ന് നമ്മൾ നോക്കണം. പിന്നെ അതിനനുസരിച്ച്
ഏറ്റവും ഓർഡറിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ എംഎഡ് ചെയ്തവരൊക്കെ അറിയാം, അവരുടെ തീസിസ് ചെയ്യുന്ന സമയത്ത്, എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരു സ്റ്റഡിയിലേക്ക് തുടങ്ങുന്ന സമയത്ത് അവർ പറയുന്നത് എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന കുറച്ച് വേരിയബിൾസ് കണ്ടുപിടിച്ചുകൊണ്ട് വരിക എന്ന് പറയും, ഇല്ലേ? ആദ്യം ആ വേരിയബിൾസ് കണ്ടുപിടിക്കുക എന്ന് പറയും. അപ്പോൾ തന്നെ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം? സെലക്ട് ദി റെലവൻറ്റ് വേരിയബിൾസ്. അപ്പോൾ എ ആണ് ഒന്നാമതായിട്ട്. ഈ വേരിയബിൾസിനെ നമ്മൾ എന്ത് ചെയ്യണം? മീനിങ് ആയിട്ട് നമ്മളൊരു എക്സ്പെരിമെൻ്റലിലേക്ക് ലിങ്ക് ചെയ്യണമെങ്കിൽ അതിനൊരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പം നെക്സ്റ്റ് ഓപ്ഷൻ എന്ത് വരും? യെസ്, ഡിസൈനിങ് ദി എക്സ്പെരിമെൻറ്റ്. ഇനി എന്ത് ചെയ്യും? ഇനി ആരിൽ ഇത് കണ്ടക്ട് ചെയ്യണം, അല്ലേ? ഏത് ഗ്രൂപ്പിൽ ഇത് കണ്ടക്ട് ചെയ്യണം? സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് ആണോ, അല്ലെങ്കിൽ എന്താണ് കോളേജ് സ്റ്റുഡൻസ് ആണോ, അല്ലെങ്കിൽ എന്താണ് പോസ്റ്റ് ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ്, ഏത് ലെവലിലുള്ള കുട്ടികൾ, ഇനി ലോവർ പ്രൈമറി ആണോ? ഇത് നമ്മൾ ഗ്രൂപ്പിനെ, ഏത് സാമ്പിളിനെ സെലക്ട് ചെയ്യും. സോ അസൈനിങ് ദി പാർട്ടിസിപ്പൻസ് ടു ദി ഗ്രൂപ്പ്. ദാറ്റ് മീൻസ് എ ബി ഡി വരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഇവരെയെല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടക്ട് ദ ഇന്റർവെൻഷൻ. ഇവിടെ കണ്ടക്ട് ദ പോസ്റ്റ് ടെസ്റ്റ് എന്നാണ് ഇയിൽ തന്നിരിക്കുന്നത്. പ്രീ ടെസ്റ്റ് എന്ന് പറയുവായിരുന്നെങ്കിൽ അത് ഓപ്ഷനായിട്ട്, നാലാമത്തെ ഓപ്ഷനായിട്ട് അത് വന്നേനെ. പക്ഷെ ഇവിടെ കണ്ടക്ട് ദി എന്താണ് ഇന്റർവെൻഷൻ അല്ലെ പോസ്റ്റ് ടെസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം കണ്ടക്ട് ദ ഇന്റർവെൻഷൻ, ദെൻ ആ ഇന്റർവെൻഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അത് ഫലപ്രദമായോ എന്നറിയാൻ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ദാറ്റ് മീൻസ് കണ്ടക്ട് ദി പോസ്റ്റ് ടെസ്റ്റ്. സോ ഓപ്ഷൻ 4 എ ബി ഡി ഇ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ബി ഡി ഇ സി. ദാറ്റ് മീൻസ് selecting the relevant variable, then designing the experiments, then assigning the participants to the group, അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് whatever, സിംഗിൾ ഗ്രൂപ്പ് വരാം, അല്ലെങ്കിൽ എന്താണ് 2 ഗ്രൂപ്പ് സ്റ്റഡി വരാം, എങ്ങനെയാണെന്ന് വെച്ചാൽ. പിന്നെ കണ്ടക്ട് ദി ഇന്റർവെൻഷൻ, ദെൻ കണ്ടക്ട് ദി പോസ്റ്റ് ടെസ്റ്റ്. അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ധാരണ, പ്രത്യാഹാർ, ധ്യാൻ, സമാധി എന്ന് ഒരു ലിസ്റ്റിൽ തന്നു. അടുത്തത് എന്താണ്? അടുത്തതിൽ to cut the relationship of various sense organs from the respective subject, to apply the mind to some internal subject, dhyan become stable in theya, then to concentrate attention on a particular subject of mind. ശരിക്കും ആ ഒരു മീനിങ് വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിക്കേ, ധാരണ എന്താണ്? നമുക്ക് ചില അറിവുകൾ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് ചില സബ്ജക്റ്റിനെ പറ്റി ബോധമുണ്ടായിരിക്കുക. നോക്കൂ, ടു അപ്ലൈ ദ മൈൻഡ് ടു സം ഇന്റേണൽ സബ്ജക്റ്റ്. നമ്മൾ എന്താ ധാരണ, നിധിധ്യാസന എന്നൊക്കെ പറഞ്ഞിട്ട്, ധ്യാന, മനന, നിധിധ്യാസന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലേ? അത് ഏതിലാണ്? ഫിലോസഫി അല്ലെ പഠിക്കുന്നുള്ള കാര്യമാണ്. സോ അപ്പോൾ ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫിയിൽ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ധാരണ എന്നുദ്ദേശിക്കുന്നത്. ടു അപ്ലൈ എന്താണ്? ടു അപ്ലൈ ദ മൈൻഡ് ടു സം ഇന്റേണൽ സബ്ജക്റ്റ്. ദെൻ അടുത്തത് നോക്കൂ, പ്രത്യാഹാർ. പ്രത്യാഹാർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, കട്ട് ദ റിലേഷൻഷിപ്പ് ഓഫ് വേരിയസ് സെൻസ് ഓർഗൻസ് ഫ്രം റെസ്പെക്റ്റീവ് സബ്ജക്ട്സ്. സോ A2ഉം B1ഉമാണ് നമുക്ക് കിട്ടിയത്. അപ്പം നമുക്ക് അത് രണ്ടും കറക്റ്റ് അറിയാം. അപ്പം നോക്കൂ, ഇനി അടുത്ത സമാധി. നമുക്കത് പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമാണ്, അല്ലേ? സമാധി എന്ന് പറയുന്നത് എന്താണ്? സമാധി, ധ്യാൻ ബിക്കം സ്റ്റേബിൾ ഇൻ ധേയ, അല്ലെ? നമ്മുടെ ധ്യാനം നമ്മൾ എന്തേറ്റു, നമ്മളത് സ്റ്റേബിളായിട്ട് തുടർന്നു പോവുകയാണ്, സമാധിയിലിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ആ ഡി എന്ന് പറയുന്നത് 3 എന്നൊരു ഓപ്ഷൻ കിട്ടും. ദെൻ അടുത്ത ധ്യാനം എന്ത് ചെയ്യുന്നതാണ്? ഒരു അറ്റൻഷൻ, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ടു എ പെർട്ടിക്കുലർ സബ്ജക്റ്റ്, അല്ലെങ്കിൽ മൈൻഡ് നമ്മൾ ധ്യാനിക്കുന്നു, അല്ലേ? അത് തന്നെ നമ്മുടെ കോൺസെൻട്രേഷനെ ഉദ്ദേശിക്കുന്നു. സോ ഇത് വളരെ സിമ്പിളാണ്. ഓപ്ഷൻ 3, A2, B1, C4 and D3. Yes, correct answer is A2, B1, C4 and D3. Option 3 ആണ് correct answer ആയിട്ട് വരുന്നത്. The central insight in phenomenological analysis is options: theory of intentionality, theory of knowledge, theory of power and theory of unconsciousness. നോക്കൂ, ഇവിടെയും ഫിനോമിനോളജിക്കൽ അനാലിസിസ്. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ചോദ്യമാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസിൻ്റെ അല്ലെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ NDAയും അതുപോലെ തന്നെ UGC എല്ലാവരും
ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഗ്രൗണ്ടഡ് തിയറി ആയാലും എത്തനോഗ്രഫിക് സ്റ്റഡി ആയാലും ഇത് കേസ് സ്റ്റഡി ആയാലും ഇതെല്ലാം വൃത്തിയായിട്ട് ഒന്നുകൂടി ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ പോകണം അടുത്ത എക്സാമിന്. സോ ഇപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് ഫിനോമിനോളജിക്കൽ അനാലിസിസ്, അത് എന്താണ് ശരിക്കും? അത് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡാണ്. വെർ യൂസ് ടു എന്താണ് മെത്തേഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ഹൗ പീപ്പിൾ എക്സ്പീരിയൻസ് എ പെർട്ടിക്കുലർ ഫിനോമിനൻ ഇൻ ദെയർ ഓൺ വേർഡ്സ് അല്ലേ. അപ്പോൾ അവിടെ വരുന്ന എന്താണ്? ഒരു ഇൻറ്റൻഷൻ ആണ് അവിടെ ഉള്ളത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തിയറി ഓഫ് നോളജും തിയറി ഓഫ് പവറും തിയറി ഓഫ് അൺകോൺഷ്യസ്നെസ്സും മാറ്റിയിട്ട് തിയറി ഓഫ് ഇൻറ്റൻഷനാലിറ്റിയെ നമുക്ക് ചൂസ് ചെയ്യാം. യെസ്, കറക്റ്റ് ആൻസർ ഇസ് തിയറി ഓഫ് ഇൻറ്റൻഷനാലിറ്റി. ഓപ്ഷൻ 1 ആണ്. അടുത്തൊരു ചോദ്യം നമ്മുടെ എക്കണോമിക്സ് ഓഫ് അല്ലേ, എഡ്യൂക്കേഷൻ്റെ ആ ഒരു എക്കണോമിക്സ് ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്നതാണ്. നോക്കൂ, വിച്ച് ഡസ് നോട്ട് കംസ് അണ്ടർ ദ ഡിമാൻഡ് ഫാക്ടേഴ്സ് ഫോർ ഫിനാൻസ് ഇൻ എഡ്യൂക്കേഷൻ? ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്, റിലീജിയസ് ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. സോ അപ്പോൾ അവിടെ ഓപ്ഷൻസ് നോക്കൂ. അതായത് വിച്ച് നോട്ട് കം അണ്ടർ ദ ഡിമാൻഡ് ഫാക്ടർ, അതായത് നമ്മുടെ ഇതിൻ്റെ ഫിനാൻസിൻ്റെ കേസിൽ ഡിമാൻഡ് ഫാക്ടർ അല്ലാത്തത് എന്ത്? ഡെമോഗ്രഫിക് ഫാക്ടർ ഡെഫിനറ്റ്ലി ഡിമാൻഡാണ്. എക്കണോമിക്, അത് ഫിനാൻസിന് എക്കണോമിക് ഫാക്ടർ ഇല്ലാണ്ട് പറ്റില്ല. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഡെഫിനറ്റ്ലി പൊളിറ്റിക്കൽ ഇതാണ് എന്താണ് നമ്മുടെ ബഡ്ജറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഡിസൈഡ് ചെയ്ത് പല കാര്യങ്ങളിലും വരുന്നത്. സോ അവിടെ റിലീജിയസ് ഫാക്ടേഴ്സിനെ കമ്പാരിറ്റീവ്ലി എന്താണ് ഡിമാൻഡ് ഫാക്ടറായിട്ട് പറയില്ല. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 3 റിലീജിയസ് ഫാക്ടേഴ്സ്. Yes, correct answer is option 3 religious factors. Next question. Halo effect is very common constant error committed by the raters അല്ലെങ്കിൽ teachers. Raters അല്ല, actually researchers. Okay, ഇവിടുത്തെ ഇതിൻ്റെ മിസ്റ്റേക്ക് ആണ്. Researchers or teachers in assessment of students through rating scale. Raters എന്നും വേണമെങ്കിൽ പറയാം കേട്ടോ. This error was first mentioned by Wells in 1907 and was named so by. അതായത് ഇപ്പോൾ ഈ ഹാലോ ഇഫക്റ്റ് ആരുടെ പേരിലാണ് എന്നാണ് കിടക്കുന്നത്. ഇനി ചോദ്യം അതിനു മുമ്പ് ഞാൻ ഈ ഹാലോ ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഹാലോ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ബയാസ് ആണ് ഹാലോ ഇഫക്റ്റ് വരുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വല് judgment about a specific trait is influenced by their overall impression or a single prominent characteristics. അതായത് ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ജഡ്ജ്മെന്റ് ഒരു സ്പെസിഫിക് ട്രേറ്റ് ഒരു ക്യാരക്ടറിനെയോ അതിനെയൊക്കെ പറ്റിയിരിക്കുന്നത് എന്ത് ചെയ്യും? നമ്മൾ അവരുടെ ഒന്നുകിൽ എന്താണ് ഒരു ഓവറോൾ ഇംപ്രഷനോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ട്രേറ്റിനെയോ മാത്രം എടുത്തു വെച്ചിട്ടായിരിക്കും പറയുന്നത്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയാനെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് നല്ല ഭംഗിയായിട്ട് നീറ്റ് ആൻഡ് വെല്ലായിട്ട് ഡ്രസ്സ് ചെയ്ത് വന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? ടീച്ചർ അൺകോൺഷ്യസ്ലി വിചാരിക്കുന്നു ഇവൻ ഭയങ്കര ഹാർഡ് വർക്കിങ്ങും അതുപോലെ ഡിസിപ്ലിൻഡും ഇൻ്റലിജൻറ്റും ആയിട്ടുള്ള ഒരു കുട്ടി ആയിരിക്കുമെന്ന് അല്ലേ, നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് വരുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയില്ലേ. സോ പക്ഷേ അവൻ്റെ ആക്ച്വൽ പെർഫോമൻസ് കാണാതെ ആയിരിക്കും ടീച്ചർ അവനെ ആദ്യം അതെന്ത് ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ചിലപ്പോൾ അവൻ്റെ ആ ഒരു പെർഫോമൻസ് അസസ് ചെയ്യുമ്പോൾ കണ്ടാൽ പറയത്തില്ല ഇവനൊന്നും പഠിക്കത്തില്ലെന്ന് അല്ലേ, അവൻ്റെ ലുക്കൊക്കെ കണ്ടാൽ ഭയങ്കര സംഭവമാണെന്ന് തോന്നും എന്ന് പറയില്ലേ. അതേ കാര്യമാണ് ഈ ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഹാലോ ഇഫക്റ്റ് ശരിക്കും സ്കൂളുകളിൽ ഒരുപാടുണ്ടാകും. കാരണം ടീച്ചറും ഈ പിയേഴ്സും ഒക്കെ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഭയങ്കര, അല്ലെങ്കിൽ പിയേഴ്സ് ആകുമ്പം കമ്പാനിയൻസിനെ അല്ലെങ്കിൽ കൂടുള്ളവരെ ഇവാലുവേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഹാലോ ഇഫക്റ്റിൻ്റെ അണ്ടറിൽ പോവാം. ഇനി കേട്ടെ, ഇതിന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ വെൽസ് ആണ് ഇത് ആദ്യം പറഞ്ഞത്, മെൻഷൻ ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഇത് ആരുടെ പേരിലാണ് എന്നുള്ളതാണ്. അനസ്റ്റാസി, ദെൻ സൈമൺസ്, ദെൻ മുറേ, ദെൻ തോണ്ടേക്ക്. കറക്റ്റ് ആൻസർ വരുന്നത് തോണ്ടേക്ക് ആണ്. ഓക്കെ, 1920 തോണ്ടേക്കും ഈ ഹാലോ ഇഫക്റ്റിനെ പറ്റി പറഞ്ഞു. നോക്കൂ, കറക്റ്റ് ആൻസർ ഇസ് തോണ്ടേക്ക്. അപ്പം ആദ്യം ഈ ടേം, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 2 ചോദ്യം കിട്ടി. എന്താണ്? ഫസ്റ്റ് ടേം മെൻഷൻ ചെയ്തത് വെൽസ് ആണെന്ന് മനസ്സിലായി, അതുപോലെ ഈ ഹാലോ ഇഫക്റ്റ് എന്താണെന്ന് മനസ്സിലായി. അതോടൊപ്പം തന്നെ ഹാലോ ഇഫക്റ്റ് ഇപ്പം നെയിം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ പേരിലാണ് ഹാലോ ഇഫക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത്. സോ ദാറ്റ് ഇസ് തോണ്ടേക്ക്. ഓക്കെ, ഈ ഒരു പേര് കൊടുത്തത്, ഓക്കെ, ഹാലോ ഇഫക്റ്റ് എന്നുള്ള ഒരു പേര് കൊടുത്തത് ആരാണ്? തോണ്ടേക്ക് ആണ്.
Next question. In order to achieve mastery of a problem, we must receive feedback as to how we are doing. This statement is related to which principle of Bruner? Okay. സോ അപ്പോൾ നമ്മൾ ആദ്യം അറിയണം എന്തൊക്കെയാണ് ബ്രൂണറിന്റെ പ്രിൻസിപ്പിൾ എന്ന്, ഇല്ലേ? ആരാ ബ്രൂണർ? ജെറോമസ് ബ്രൂണർ പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് കൊണ്ടുവന്നു, കുറെ ഒരു 4-5 പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് കൊണ്ടുവന്നു. ഇനി ഈ ബ്രൂണർ എന്താ പറയുന്നത്? ഡിസ്കവറി ലേണിംഗ് കൊണ്ടുവന്നു. പിന്നെ അതുപോലെ കൺസ്ട്രക്റ്റിവിസം, സ്പൈറൽ കരിക്കുലം, ഇവയെല്ലാം എന്താണ്? ബ്രൂണർ കൊണ്ടുവന്നതാണ്. സോ അപ്പൊ ഇതിൻ്റെ അകത്ത് ആദ്യം ലേണർ ആക്റ്റീവ്ലി കൺസ്ട്രക്ട്സ് നോളജ് എന്നാണ് ആര് പറഞ്ഞത്? ബ്രൂണർ പറഞ്ഞത്. ഇനി ബ്രൂണറുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ശരിക്കും എന്താണ്? റെഡിനെസ് ടു ലേൺ, അല്ലേ? അതായത് എന്താണ്? ടീച്ചർ ഷുഡ് സ്റ്റാർട്ട് ഫ്രം വാട്ട് ദ ലേണർ ഓൾറെഡി ലേൺ. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. പിന്നെ സ്പൈറൽ കരിക്കുലമാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ സെക്കൻഡ് പ്രിൻസിപ്പിളിനുള്ളിൽ ഉൾപ്പെടുത്തി പറയുന്നത് സ്പൈറൽ കരിക്കുലം. ദാറ്റ് ഈസ് എന്താണ്? എനി സബ്ജക്ട് ക്യാൻ ബി ടോട്ട് അറ്റ് എനി ഏജ് ഇഫ് പ്രസന്റഡ് അപ്രോപ്രിയേറ്റ്ലി. അതായത് നമ്മൾ ആ ഒരു അതിനെ കണക്ഷൻ വെച്ചിട്ട് പഠിപ്പിക്കുക. ദെൻ മൂന്നാമത്തത് ഡിസ്കവറി ലേണിംഗ്. അതറിയാമല്ലോ, എൻകറേജ് ദ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് ലേണർ റാദർ ദാൻ ദി പാസീവ് മെമ്മറൈസേഷൻ. ദെൻ നാലാമത്തത് സ്ട്രക്ചർ ഓഫ് നോളജ്. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ്? ടീച്ചർ ഷുഡ് പ്രസന്റ് ദ അണ്ടർലൈങ് സ്ട്രക്ചർ, അതായത് സബ്ജക്ട് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ഫാക്ട്സ്. അപ്പോൾ അവർക്ക് അതെന്താണ്? ന്യൂ ലേണറിന് പഴയ സിറ്റുവേഷൻസുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. സോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് ബ്രൂണർ കൊടുത്തത്. സോ അപ്പോൾ ഇവിടെ നോക്കാം, ഫീഡ്ബാക്ക് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നതിനെ, അതായത് റിസീവ് ഫീഡ്ബാക്ക് ആസ് ഹൗ വി ആർ ഡൂയിങ്, ആ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ടീച്ചർ ഷുഡ് പ്രസന്റ് ദി അണ്ടർലൈങ് സ്ട്രക്ചർ ഓഫ് എ സബ്ജക്ട് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ഫാക്ട്സ്. അതായത് ദിസ് ഹെൽപ്പ് ലേണർ ടു ട്രാൻസ്ഫർ നോളജ് ടു എ സിറ്റുവേഷൻ. അതായത് ആ ഫീഡ്ബാക്കിനനുസരിച്ച്, അല്ലെങ്കിൽ അവിടെ പറയുന്നുണ്ട് ടീച്ചറിന്റെ എന്താണ് കോൺസെപ്റ്റും ഐഡിയാസും ഒക്കെ ടീച്ചർ ആ ഒരു കുട്ടികളുടെ അതിന്, അതായത് ആ ഒരു ഫീഡ്ബാക്ക് കൊടുത്ത് ആ ഫീഡ്ബാക്കിനെ ബേസിസ് ചെയ്ത് നമ്മൾ പഠിപ്പിക്കണം. ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് റിലേറ്റഡ് ടു വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് ബ്രൂണർ എന്ന് ചോദിച്ചാലും ഇവിടെ ആൻസർ ഏതാണ്? ഫോർത്ത് പ്രിൻസിപ്പിൾ. ഫോർത്ത് പ്രിൻസിപ്പിൾ ആണ് വരുന്നത്. കാരണം ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റെഡിനെസ് ടു ലേൺ. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ സ്പൈറൽ കരിക്കുലമാണ്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ഡിസ്കവറി ലേണിംഗ് ആണ്. 4ലാണ് ശരിക്കും എന്ത് പറയുന്നത്? ടീച്ചർ അത് പ്രസന്റ് ചെയ്യേണ്ടത് ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തിട്ടും, അല്ലെങ്കിൽ ആ ഫീഡ്ബാക്ക് കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. സോ ഫോർത്ത് പ്രിൻസിപ്പിൾ ഓഫ് ബ്രൂണർ. ഇനിയുണ്ട് കേട്ടോ, ഫിഫ്ത്ത് ഉണ്ട്. പിന്നെ മോട്ടിവേഷൻ ടു ലേണർ, കാറ്റഗറൈസിങ് ആൻഡ് കോഡിംഗ് സിസ്റ്റം, അങ്ങനെ കുറെ ഇതും പറയുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ കുറേ സബായിട്ടുള്ള എന്താണ് പ്രിൻസിപ്പിൾസും പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഞാനൊരു ക്ലാസ് ആയിട്ട് നിങ്ങൾക്കത് ചെയ്തു തരാം. വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, ക്വാളിറ്റേറ്റീവ് റിസർച്ച് പിന്നെയും വന്നു. എക്സ്പ്ലോറിംഗ്, ഡെവലപ്പിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ് എ സെൻട്രൽ ഫിനോമിനൻ, കളക്ടിംഗ് ഡേറ്റ ബേസ്ഡ് ഓൺ വേർഡ്സ്, അനലൈസിംഗ് ദ ഡേറ്റ വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്, റൈറ്റിംഗ് ദി റിപ്പോർട്ട് യൂസിങ് റിസർച്ചേഴ്സ് സബ്ജക്റ്റീവ് റിഫ്ലക്സിവിറ്റി. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നോക്കൂ, ഞാൻ പറയട്ടെ, ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ ഡേറ്റ അനാലിസിസ് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് വരുമോ? സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ഓൾവേസ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. സോ ഡയറക്റ്റ് ചോദ്യമാണ്. അപ്പോൾ ഓർക്കണം, ബാക്കി 3 എന്തിൽ ഇൻവോൾവ് ആണ്? ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ഭാഗമാണ്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3 ആണ്. അനലൈസിംഗ് ദി ഡേറ്റ വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്തല്ല? ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ഭാഗം, അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഗിവൺ ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. കണ്ടോ, എപ്പോഴും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഉണ്ടാകും. നോക്കൂ, ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് ഇൻസാറ്റ്, ദെൻ സെന്റർ ഫോർ എഡ്യൂക്കേഷണൽ ടെക്നോളജി CET, then computer literacy and studies class, then satellite instructional television experiment site, then സ്വയം. സോ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇയർ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഏതാണ് ആദ്യം, ക്രോണോളജിക്കൽ ഓർഡറിൽ അത് ആദ്യം ഏതാ ഉണ്ടായതെന്ന് നോക്കാം. നമുക്ക് ഓരോന്നിന്റെ ഇയർ തന്നെ നോക്കിയിട്ട് പറയാം. സോ നോക്കൂ, ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് ഇൻസാറ്റ് 82-ല്,
സെന്റർ ഫോർ എഡ്യൂക്കേഷണൽ ടെക്നോളജി ശരിക്കും 1973 വന്നത്. പക്ഷെ അത് കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് വന്നത് 1976 ശേഷമാണ്. അതായത് 75 ശേഷമാണ് വന്നത്, ഇംപ്ലിമെന്റ് ചെയ്ത് CET ഒക്കെ വന്നത് അതിന് ശേഷമാണ്. 76 എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു ഡേറ്റ് ആണ്. എന്തായാലും 75 ശേഷമാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടതാണ് 76 എന്ന്. ദെൻ അടുത്തത് വരുന്നത് എന്താണ് 1984-85 കാലഘട്ടത്തിലാണ് കമ്പ്യൂട്ടർ ലിറ്ററസി സ്റ്റഡീസ് വന്നത്. ദെൻ സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെന്റ് സൈറ്റ് വന്നത് SITE 1975. ദെൻ സ്വയം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് 2017. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ഏതാണ്? DBACE, ഓപ്ഷൻ 3 ആണ്. വിത്ത് ദിസ് നമ്മൾ സെറ്റ് 1, അതായത് ആദ്യത്തെ 10 ചോദ്യങ്ങൾ നമ്മൾ അസസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള ചോദ്യങ്ങൾ ഗ്രാജുവൽ ആയിട്ട് നമ്മൾ അസസ് ചെയ്യുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.